പയർ കഞ്ഞി ഉണ്ടാക്കാനായിട്ടാണ്. പയർ നമ്മൾ കുതിർത്ത് എടുത്ത് വെച്ചേക്കുവാണ്. പിന്നെ ഇതിൻ്റെ തന്നെ ഈ തൊലി കളഞ്ഞ സംഭവമാണിത്. ഈ ശകലം പരിപ്പാണ്. അത് കുതിർത്ത് വെച്ചേക്കുവാണ്. ഇത് അരിയാണ്, പച്ചരി. അതും കുതിർത്ത് വെച്ചേക്കുവാണ്. നമുക്ക് പിന്നെ ഇതെല്ലാം കൂടെ ഇതിനെ അരച്ച് ചേർക്കാനായിട്ട് ശകലം തേങ്ങ, ജീരകം, വെളുത്തുള്ളി, ചില പച്ചമുളക്, ഇതെല്ലാം കൂടെ നമ്മൾ അരച്ച് ചേർക്കും. ഇച്ചിരി കറിവേപ്പില, ഇത് നമ്മളെല്ലാം കടുക് വറുത്ത് ചേർക്കും. നമുക്ക് ഈ കുറുക്ക് വെച്ച സാധനം നമുക്ക് ഇതിൻ്റെ അളവെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഗ്ലാസ്സിന് 1 ഗ്ലാസ് അരിയെടുത്ത് 1/2 ഗ്ലാസ് ഇതെടുത്ത് പയർ എല്ലാം 1/2 ഗ്ലാസ് വെച്ചെടുത്ത് അരി മാത്രം 1 ഗ്ലാസ് എടുത്ത് ഇത്രയുള്ള അളവ്. ഇത്തിരി മഞ്ഞളും ഉപ്പും ഒക്കെ ചേർക്കണം. അതെല്ലാം ഞാൻ ചേർക്കുമ്പോൾ പറയാം. ഇതാണ് വെള്ളം ആവാനുള്ളത് ചേർത്ത് വെക്കാവും. ഇത് നമുക്ക് അല്പം വെക്കാവേ. നമ്മളതിൻ്റെ നിരപ്പിന് വെള്ളം വെച്ചേക്കുവാണ്. നമുക്ക് നിറച്ച് വെക്കാം. ഇത് നമുക്ക് അരച്ചെടുക്കാവേ. നമ്മളിത് 4 വിസിലടിച്ച് ഇനി ഇത് ആവി പോട്ടതുണ്ട്. ഇത് നമുക്ക് തുറക്കാവേ. ഇത് നല്ലതായിട്ട് വെന്ത് നമുക്കിനി ഇതിനകത്ത് അരച്ച് വെച്ചിരിക്കുന്നത് ചേർക്കാവേ. നമ്മൾ അരപ്പത് ചേർക്കാം. നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ഉപ്പ് ചേർക്കാവേ. മഞ്ഞളും വേണം. അത് നമ്മൾ കടുക് വറുക്കുമ്പോഴത്തേക്ക് ആക്കുക. പായസത്തിന് ഇത് തിളക്കുണ്ടായേ. നല്ലതായിട്ടൊന്ന് ചൂടായാൽ മതി. നമുക്കിത് വാങ്ങാവേ. ജീരകം ചേർക്കുവാണ്. ജീരകവും ലേശ മഞ്ഞളും നമുക്ക് അണക്കാം. കറിവേപ്പില ഇതിലിടാവേ. ഇരിക്കും ഒഴിക്കാവേ. നമ്മുടെ
പയർ കഞ്ഞി റെഡിയായേ.